മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അച്ഛൻ്റെ മുന്നിൽ മാഡം ഇത്ര ക്ഷമിച്ചാൽ മതി. ആരുടെ അച്ഛൻ എന്നാണ് ചോദിച്ചത്. മാഡത്തിൻ്റെ മക്കളുടെ അച്ഛൻ. അത് എൻ്റെ മക്കളുടെ അച്ഛൻ. നിൻ്റെ അച്ഛൻ എങ്ങനെ ആവുന്നേ? സാറാ എന്നെ മകളായിട്ട് സ്വീകരിച്ച്, അപ്പം എനിക്കും അച്ഛാന്ന് വിളിക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എങ്ങനെയായി അച്ഛനാവുന്നത്? എൻ്റെ മക്കളുടെ അച്ഛനായത് ഇന്നലെ ഒന്നും അച്ഛനായതല്ല. അത് നേരത്തെ അവർ ജനിച്ച കാലം മുതലേ ബാലേന്ദ്രൻ തന്നെയാണ് അച്ഛൻ. ഈ ഇന്നലെ മുതൽ മകളായവളല്ലേ. ഈ ഏതോ പിഴച്ചു പറ്റ സ്ത്രീക്കുണ്ടായതാ. അച്ഛൻ ആരാന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ബാലേന്ദ്രനെ കയറി അച്ഛാന്ന് വിളിച്ചേക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. മാഡം എന്നെ വഴക്ക് പറയുന്നതൊന്നും എനിക്ക് സങ്കടമില്ല. പണ്ട് വന്ന കാലം തൊട്ട് മാഡം എന്നെ വഴക്ക് പറയുന്നുണ്ട്. അന്നൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. രാത്രി ഞാൻ അതിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിഷമിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഓർത്തല്ല ഞാനിപ്പോൾ വിഷമിക്കുന്നത്. മാഡത്തിനെ ഓർത്താണ് വിഷമിക്കുന്നത്. മാഡം തോറ്റു പോവുമല്ലോ എന്നോർത്ത് ഇത്രയും പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നു. വൈജ പുറകെ പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അലീനയാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വൈജ അങ്ങോട്ട് വരികയാണ്. വന്ന് പച്ചക്കറി എടുത്തങ്ങ് അരിയാൻ തുടങ്ങിയാണ്. അപ്പോൾ അലീന വന്നിട്ട് പറയാണ്, മാഡം ഞാൻ എല്ലാ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ എല്ലാം ഉണ്ടാക്കി. സാമ്പാറിനൊന്ന് കടുക് വറുത്തായിട്ടാൽ മതി. ബാക്കിയെല്ലാം ആയിരിക്കുക. ഉച്ചഭക്ഷണം എല്ലാം ആയിരിക്കുകയാണെന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ മക്കൾക്ക് ഇന്ന് മുതൽ നീ ഉണ്ടാക്കണമെന്ന് വേണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയാണ്. മാഡം എന്തിനാണ് വാശി പിടിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ? എന്നോടല്ലേ വിരോധം? ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനോട് വിരോധമൊന്നുമില്ലല്ലോ എന്ന് അലീന ചോദിക്കുകയാണ്. പറഞ്ഞില്ലേ, നീയും നിൻ്റെ അച്ഛനും കൂടെ, നിൻ്റെ ദത്തുപുത്രിയെ ഏറ്റെടുത്ത നിൻ്റെ അച്ഛനും കൂടെ അങ്ങ് കഴിച്ചാൽ മതി. ഞങ്ങൾക്ക്, എൻ്റെ മക്കൾക്കും എനിക്കും നീ വെക്കുന്ന ആഹാരം വേണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണ അങ്ങോട്ട് വരികയാണ്. അമ്മ എന്ത് ഈ പരിപാടി കാണിക്കുന്നത്? അമ്മയ്ക്ക് എന്തിനാ ഇത്രയും വാശി? അമ്മ എന്ത് ഈ ഓരോ ദിവസം കഴിയുന്നൊരു ബോധമില്ലാത്തവരുടെ കൂടെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയാണെങ്കിൽ വൈജയാണെങ്കിൽ കുറേ കുറ്റപ്പെടുത്തുന്നു. പറഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്ക്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടല്ലേ, നീ ആ സാമ്പാർ പൊടി ഇങ്ങനെ എടുത്തത് പറഞ്ഞ് ദേഷിക്കുകയാണ്. അപ്പോൾ അലീന വന്നിട്ട് പറയാണ്, മാഡം എന്നെ എത്ര ചീത്ത പറഞ്ഞാലും എനിക്ക് മാഡത്തിനോട് ഒരു ദേഷ്യവും ഒരു വിരോധവും ഇല്ല. എന്നെ ഒരിക്കലും മാഡത്തോട് ദേഷ്യം കാണിക്കാനും പറ്റത്തില്ല. എന്നെങ്കിലും ഞാൻ ആരാന്ന് മനസ്സിലാവുമ്പോൾ മാഡത്തിന് വിഷമം തോന്നും എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. അപ്പം കൃഷ്ണ എന്ന് പറയാണ്, ചേച്ചി പറഞ്ഞത് ശരിയാണ്. അമ്മ ആരാ എന്തോന്ന് അറിയാതെ ഈ യുദ്ധം നടത്തുന്നത്. എന്തെങ്കിലും അമ്മയ്ക്ക് ബോധ്യമാവുമോ, അമ്മയ്ക്ക് സങ്കടപ്പെടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം സഹിക്കാൻ വയ്യാതെ പച്ചക്കറി അരിയാണ്. ആ ദേഷ്യം പച്ചക്കറിയോടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ടേബിളിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് കൃഷ്ണനടുത്ത് പറയണം, മോളെ ബബിയെയും രോഹിയെയും വിളിക്കാൻ പറയാണ്. അങ്ങനെ അവരെ ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ് കൃഷ്ണമോളെ എന്ന്. അങ്ങനെ അവരിറങ്ങി വരികയാണ്. വന്ന് ഫുഡ് കഴിക്കാനിരുന്ന് അപ്പോഴത്തേക്ക് വൈജ ഫുഡെല്ലാം കൊണ്ടുവന്ന് മോളിൽ വെച്ച്. അപ്പോൾ കൃഷ്ണയും വന്ന് കൈ കഴുകി ഇരുന്നതാണ്. അപ്പം എല്ലാം എടുത്ത് വിളമ്പി കൊടുക്കുവാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് മുതൽ അലീന തമ്പുരാട്ടി വെക്കുന്നത് ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. നമുക്കൊന്ന് എൻ്റെ മക്കൾക്കും എനിക്കും കഴിക്കാൻ ഞാൻ ഉണ്ടാക്കി തരും. തമ്പുരാട്ടിയുടെ ആഹാരം അച്ഛൻ തമ്പുരാനും മോള് തമ്പുരാട്ടിയും കൂടെ കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണ എന്നെ ചിരിച്ചിട്ട് പറയും, അമ്മ വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ എന്ന് പറയാണ്. ചോറ് വിളമ്പോൾ ഉടനെ അഭിതോദിക്കണം, അമ്മ മീനില്ലേ എന്ന് വാങ്ങിച്ചുകൊണ്ട് നീ വെട്ടി തരുമോ, വൃത്തിയാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്ന് പറയാണ്. എന്തെങ്കിലും മിണ്ടായിരുന്നു കഴിക്കാൻ പറയാണ്. സാമ്പാർ കഴിച്ച ബബിയും രോഹിത്ത് ചോദിക്കുകയാണ്, പുളിശ്ശേരി ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറയാണ്. ആഹാരം കഴിക്കുന്നെങ്കിൽ ബബിതയ്ക്ക് രോഹിത്തിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സഹിയായിട്ട് എന്തായാലും ഉണ്ടാക്കി വെച്ചതല്ലേ, പിന്നെ വാശി കളയാനും പറ്റത്തില്ലല്ലോ, അതിൻ്റെ പേരും പറഞ്ഞ് കഴിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോള് വന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരം വന്ന് വിളമ്പി എടുത്ത് കഴിക്കണം. കഴിച്ചിട്ട് ചോദിക്കുക, ഓ ഉപ്പില്ല, എന്താ അമ്മ ഇതിന് ഉപ്പില്ല, പുളിയില്ല എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഓരോ ആഹാരം എടുത്ത് വയ്ക്കുമ്പം കൃഷ്ണമോള് കുറ്റം പറയുകയാണ്. കൊള്ളത്തില്ലല്ലോ, അടുക്കളയിൽ വേറെ ആഹാരം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. കിച്ചണിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടംപോലെ ആഹാരങ്ങളെല്ലാം ഉണ്ടാകും. തോരൻ, അവിയൽ, മീൻ വറുത്തത് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം പറയാം, ആഹാ ഇഷ്ടംപോലെ കറി ഉണ്ടല്ലോ, ഞാൻ കുറച്ച് എടുത്തോട്ടെ ചേച്ചി എന്ന് അലീന അടുത്ത് ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് വൈജ വന്ന് ആഹാരം എടുത്തുകൊണ്ട് പോയപ്പം അലീന പറഞ്ഞതായി ഈ കറിയും കൂടെ എടുത്തുകൊണ്ട് പോവാൻ. അപ്പം നിൻ്റെ കറിയൊന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഉണ്ടാക്കിയ കറിയും കൊണ്ട് പോയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കറിയും കൊണ്ടാണ് മക്കൾക്ക് കൊടുക്കാൻ പോയത്. എൻ്റെ ചേച്ചി ഒരു പാത്രം എടുത്ത് എനിക്ക് ഇതൊക്കെ ഒന്ന് വിളമ്പിത്തരാൻ കൃഷ്ണ പറയാണ്. ഈ സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ രോഹിത്ത് പറയാണ്, അവളുണ്ടാക്കിയ കറി എടുത്തുകൊണ്ട് വരാൻ പോയത്. അതെ ബബി. അപ്പോൾ ബബിതയും പറഞ്ഞു, അത് തന്നെ, അവൾ
അലീന ഉണ്ടാക്കിയ കറി എടുത്തുകൊണ്ട് വരാൻ പോയതാ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം വിളമ്പി എടുത്തുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് വരികയാണ്. വന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ കറി എടുത്ത് വെച്ചിട്ട് പറയാണ്, നല്ല മീൻ വറുത്തതൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് എടുക്കാം എന്ന് പറയാണ്. അപ്പം വൈജു പറയാണ്, മിണ്ടാതിരിക്കടി എന്ന് പറയാണ്. ഒരുത്തി മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയാണ്. രോഹിത്, നീ ഇത് ആഹാരം കഴിക്കുന്നത് എനിക്കിത് കാണണമല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണ എണീച്ചിട്ടെന്ന് അച്ഛാ എന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്താണെങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അയക്കുന്നത് എൻ്റെ ഇഷ്ട രീതിയിലാണ് അയക്കുന്നത്, അതിന് രോഹിത്തേട്ടൻ എന്താ വേണം എന്ന് പറയാണ്. ഇവള് മാത്രം എന്തായി പോയെന്ന് പറഞ്ഞ് വൈജ വീണ്ടും കുറേ കൃഷ്ണയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കൃഷ്ണയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം വന്ന് ആ ഫുഡ് കൊടുത്തുകൊണ്ട് അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്. ചെന്നിട്ട് നിന്ന് കരയുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ട് വരികയാണ്. അലീന വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാ മോള് കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യമല്ലേ, മാഡം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മോൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കാനും. അപ്പോൾ അവൾ കരയുകയാണ്. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആഹാരം വെച്ചിട്ട് വന്ന് കഴിക്കുക എന്ന് പറയാണ്. അപ്പോഴും കൃഷ്ണമോള് വന്ന് ഇരിക്കുന്നുണ്ട്, പക്ഷെ കഴിക്കുന്നില്ല. അന്നേരം പിന്നെ ആണെങ്കിൽ അലീനയാണെങ്കിൽ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കൃഷ്ണമോളെ. കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബബിതയാണെങ്കിൽ കൃഷ്ണമോളെ വിളിച്ചോണ്ട് വന്നതാണ്. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നത്, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞാൽ ബബിതയാണെങ്കിൽ വിളിച്ചോണ്ട് പോവാണ്. നീ ആണെങ്കിൽ കൂടുതൽ നിഷ്പക്ഷവാദിയൊന്നും ആവണ്ട എന്ന് രോഹിത് പറയാണ്. നീ അമ്മയുടെ സൈഡിൽ അങ്ങ് നിന്നാൽ മതി, അത് രോഹിയേട്ടനാണോ തീരുമാനിക്കുന്നത്, എനിക്ക് എൻ്റേതായ ശരിയുണ്ട്, നീ കൂടുതൽ ശരിയൊന്നും ഇപ്പം തീരുമാനിക്കേണ്ട, നീ അമ്മയുടെ സൈഡ് അങ്ങ് നിന്നാൽ മതി. ചേട്ടന് സ്വന്തമായിട്ടൊരു തീരുമാനം കാണത്തില്ല, പക്ഷേ എനിക്ക് തെറ്റ് ശരിയും തീരുമാനിക്കേണ്ട പ്രായമായി, ഞാൻ അതിന് നോക്കിയേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയാണ്. ഇനി നീ അവൾ കൊണ്ടാക്കുന്ന ഒരു ആഹാരം കഴിച്ചു പോലും, അത് രോഹിത്തേട്ടനാണ് അത് തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കും. ഈ വീട്ടിൽ അച്ഛൻ്റെ കാശ് വെച്ച് ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ ഏത് വേണമെങ്കിലും കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. രോഹിത്തേട്ടനല്ല ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൃഷ്ണമോള് പറയാണ്. എന്നോട് കൂടുതൽ കളിക്കാൻ പോകുന്നത് ഞാൻ അച്ഛനോട് പറയും എന്ന് പറയാണ്. എന്നും പറഞ്ഞ് കൃഷ്ണ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഭവിത പറയാണ്, അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൾ തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അവൾ ആഹാരം ഒന്ന് കഴിക്കുന്ന കാണണം, അവളുണ്ടാക്കുന്ന ആഹാരം ഒന്ന് കഴിക്കുന്ന കാണട്ടെ എന്ന് രോഹി പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ഫോണിൽ സംസാരിക്കുകയാണ്. എനിക്ക് ഈ ആഴ്ച വരാൻ പറ്റത്തില്ല, അടുത്ത ആഴ്ചത്തെ സിറ്റുവേഷൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ അലീന വരികയാണ്, ചായയായിട്ട് വരികയാണ്. എന്തുണ്ട് വിശേഷം, ഒരു കാര്യം പറയാനുണ്ട്, ഒരു സങ്കടം പറയാനുണ്ട്. ഇവിടെ നമ്മുടെ അടുക്കളയിൽ 2 പാചകം തുടങ്ങി. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാന്നോ പാചകിക്കുന്നത്, അല്ലല്ല വീട്ടിലുള്ളത് തന്നെ. ആരാ, മാഡം. ഓ, മാഡം പാചകം ചെയ്യാൻ തുടങ്ങിയോ? അതിന് പണ്ടേ നിൻ്റെ ആഹാരം വേണ്ടല്ലോ. മാഡം മാത്രമല്ല, മാഡത്തിൻ്റെ മക്കൾക്കും ഉള്ള ആഹാരം മാഡം വെക്കുന്നുണ്ട്. ബബിതയും രോഹിയും കഴിക്കുന്നുണ്ട്. കൃഷ്ണമോളോ, അവൾക്ക് ഞാനുണ്ടാക്കുന്ന ആഹാരം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ സമാസമം അവർ 3 പേരും നമ്മൾ 3 പേര്. അത് ശരിയാവത്തില്ലല്ലോ സാറേ. എന്താ ശരിയാവത്തത്, സാധാരണ നമ്മൾ സമരമുറകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സമരമുറ, അങ്ങനെ കരുതിയാൽ മതി, നീ വലിയ മൈൻഡൊന്നും ചെയ്യണ്ട എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയണം. ഞാൻ കണ്ടോ ഇപ്പം നല്ല കൂളായിട്ടിരിക്കുക, എനിക്കൊരു ടെൻഷനും ഇല്ല, നീ അതുപോലെ കണ്ടാൽ മതി, നീ ഒന്നും മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട എന്ന് അലീനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നാൾ ആഹാരം കഴിയുമ്പോൾ, അവളുടെ ആഹാരം കഴിക്കുമ്പോൾ രോഹിത്തും ബബിതയും തന്നെ പറയും, അമ്മ എനിക്കിത് വേണ്ടാന്ന്. അവർക്ക് തന്നെ എപ്പോഴാണ് പറയണമെന്ന് തോന്നുന്നു അവരപ്പം പറയട്ടെ, അപ്പം നിൻ്റെ ആഹാരം വേണമെങ്കിൽ കഴിക്കട്ടെ, നീ അങ്ങനെ കണ്ടാൽ മതി, നീ അതിനകത്ത് കൂടുതൽ ക്ഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. എന്നെ നോക്കൂ, ഞാൻ ഭയങ്കര കൂളാണ്. അപ്പോൾ അലീന പറയണം, അത് ശരിയാണ്, ഇപ്പോൾ സാറ് നല്ല കൂളാണ്, അതെന്തുകൊണ്ടാണ്, ഞാൻ കൂടെ ഉണ്ടായതുകൊണ്ടെന്ന് അലീന പറയാണ്. അല്ല, നീ എൻ്റെ മകളായി വന്നത് കൊണ്ടാണെന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.